പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനം പഠിക്കാൻ ദൈവം തന്ന അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൽ നാം തുടർന്നു വന്ന ദൈവവചന പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിസ്മയങ്ങളുടെ അത്ഭുതങ്ങളുടെ ഈ സുവിശേഷം ജീവിതത്തെ മുഴുവൻ മാറ്റിയെഴുതാൻ കഴിവും ശക്തിയുമുള്ള ഈ സുവിശേഷം പഠിക്കാൻ വചനത്തെ മാംസമാക്കി ലോകത്തിന് സമ്മാനിച്ച പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും പ്രാർത്ഥനയും അപേക്ഷിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് വിശ്വമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിലാണ്. 6-ാം അധ്യായത്തിലെ ആദ്യ ഭാഗം വിശദീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ നാം യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഇതുപോലെയുള്ള അധ്യായങ്ങളിലായിരിക്കും. പ്രത്യേകിച്ച് 6-ാം അധ്യായം ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചിരുന്നു, പല തരത്തിൽ പ്രാധാന്യമുള്ള ഒരധ്യായമാണിത്. ഒരുപക്ഷെ സഭ പല വിഭജനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ, സഭയുടെ പല കാലഘട്ടങ്ങളിലും വിഭജനങ്ങൾ ഉണ്ടായപ്പോൾ, ആ വിഭജനങ്ങൾക്ക് ആധാരമായി മാറിയ ഘടകങ്ങളിൽ ഒരു ഘടകം ഈ 6-ാം അധ്യായമാണ്. 6-ാം അധ്യായത്തെ വ്യാഖ്യാനിച്ച രീതിയിൽ കത്തോലിക്ക തിരുസഭയും അപ്പസ്തോലിക സഭകളും മറ്റ് സഭകളും തമ്മിൽ, കൂട്ടായ്മകളും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ആഴമായ ഒരു പരിചിന്തനത്തിനും അപഗ്രഥനത്തിനും വിധേയമാക്കേണ്ട ഒരു അധ്യായമാണ് 6-ാമത്തെ അധ്യായം. അതുകൊണ്ട് നമ്മളെല്ലാ വിശദാംശങ്ങളിലൂടെയും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു, പല തലങ്ങളിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആദ്യ ഭാഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഈ ആദ്യ ഭാഗത്ത് നമ്മൾ കുറേ കൂടി കാര്യങ്ങൾ, മുഴുവൻ കാര്യങ്ങളും നമ്മൾ വായിച്ചെങ്കിലും കുറേ കൂടി കാര്യങ്ങൾ നമ്മൾ കാണാനായിട്ട് ഉണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ യേശു മരുഭൂമിയിൽ വെച്ച് അപ്പം വർദ്ധിപ്പിക്കുകയാണ്. കടലിൻ്റെ മറുകരയിൽ വെച്ച് അപ്പം വർദ്ധിപ്പിക്കുകയാണ്. അപ്പം വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. യേശു പറഞ്ഞു, ആളുകളെല്ലാം ഭക്ഷണത്തിന് ഇരുത്തുവിൻ. ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളർന്നിരുന്നു. 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു. അനന്തരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. ഇവിടെ നമ്മൾ 2 അപ്പസ്തോലന്മാരെ കണ്ടിരുന്നു. ആരൊക്കെയാണ് 2 അപ്പസ്തോലന്മാർ? 1 ഫിലിപ്പോസും 2 അന്ത്രയോസും. ഈ ഫിലിപ്പോസിനെയും അന്ത്രയോസിനെയും ഇവിടെ 6-ാം അധ്യായത്തിൽ നാം കാണുമ്പോൾ, നമ്മൾ വായിച്ചു വന്നപ്പോൾ ഫിലിപ്പോസിനെയും അന്ത്രയോസിനെയും മറ്റൊരു സ്ഥലത്ത് നമ്മൾ കണ്ടിരുന്നു. അതുകൂടി നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഓർമ്മയെ ഒന്നുകൂടി പ്രകാശിപ്പിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിലാണ് 40-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40-ാമത്തെ തിരുവചനം. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശിമയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. ഇനി വീണ്ടും അന്ത്രയോസിനെ വിളിക്കുന്ന ഭാഗം കഴിയുമ്പോൾ 43-ൽ പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകാൻ ഒരുങ്ങി ഫിലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ഫിലിപ്പോസ് അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബെത്സേദായിൽ നിന്നുള്ളവനായിരുന്നു. അപ്പോൾ നമ്മൾ കാണേണ്ടത്, ആദ്യമായി യേശു ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ ഒരുമിച്ച് വരുന്ന 2 അപ്പസ്തോലന്മാരാണ്. അടുത്തടുത്ത് വിളിക്കപ്പെടുന്ന 2 അപ്പസ്തോലന്മാരാണ് അന്ത്രയോസും ഫിലിപ്പോസും. അതാണ് നമ്മൾ ആദ്യം ഫിലിപ്പോസിനെയും അന്ത്രയോസിനെയും കാണുന്നത്. ഇനി വീണ്ടും ഈ ഒരു അപ്പസ്തോല കൂട്ടായ്മയെ, ഈ അപ്പസ്തോലിക സൗഹൃദത്തെ നമ്മൾ കാണാൻ പോകുന്നത് 12-ാം അധ്യായത്തിലാണ്. അതുകൂടി ഒന്ന് പരാമർശിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ ഈ അപ്പസ്തോലന്മാരെ കാണുകയാണ്. 12-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ. തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സേദായിൽ നിന്നുള്ള ഫിലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭോ, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പോസ് പോയി
അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും പീലിപ്പോസും കൂടി യേശുവിനെ വിവരമറിയിച്ചു. ഒരു കൗതുകകരമായ നിരീക്ഷണം അല്ലെങ്കിൽ ഒരു റെഫറൻസ് എന്ന് മാത്രം ഇതിനെ കണ്ടാൽ മതി. ഈ അപ്പസ്തോലന്മാർ പലപ്പോഴും പല എപ്പിസോഡുകളിലും ഒരുമിച്ച് വരുന്നവരാണ്. പക്ഷേ ഒരുമിച്ച് ഈ ഒരു സൗഹൃദം പോലെ ഒരു ചരടിൽ അടുത്തടുത്ത് കോർത്തെടുക്കപ്പെട്ട കണ്ണികളോ മുത്തുകളോ ആയിരുന്നെങ്കിലും ഇവരുടെ നിലപാടുകളിലും മനോഭാവങ്ങളിലും വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അപ്പസ്തോലന്മാർ ഇവർ ഒരുമിച്ച് വിളിക്കപ്പെട്ടവരാണ്, അടുത്തടുത്ത് വിളിക്കപ്പെട്ടവരാണ്. പല സന്ദർഭങ്ങളിലും ഇവർ ഒരുമിച്ചായിരുന്നു അല്ലെങ്കിൽ അടുപ്പമുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് ഗ്രീക്കുകാർ വന്നു എന്ന വിവരം പറയാൻ ഫിലിപ്പോസ് അന്ത്രയോസിൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുകയും അന്ത്രയോസ് യേശുവിനെ വിവരം അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇവർ സുഹൃത്തുക്കളായിരുന്നെങ്കിലും, ഇവർ അടുത്തടുത്ത് വിളിക്കപ്പെട്ടവരായിരുന്നെങ്കിലും, ഒരേ സമയത്ത് വിളിക്കപ്പെട്ടവരായിരുന്നെങ്കിലും യേശുവിനോടുള്ള ബന്ധത്തിലും യേശുവിനെ മനസ്സിലാക്കുന്ന നിലവാരത്തിലും ഇവർ തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. നമ്മൾ എന്ന് യേശുവിലേക്ക് വന്നു എന്നതല്ല പ്രധാനം, മറിച്ച് നമ്മൾ യേശുവിനെ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ് പ്രധാനം. അതായത് ഒരാളുടെ ആത്മീയ അനുഭവത്തിൻ്റെ കാലമോ ദൈർഘ്യമോ അല്ല അയാളുടെ ഗുണപരതയുടെ അടിസ്ഥാനം. ഇന്നലെ യേശുവിനെ കണ്ടുമുട്ടിയ ഒരാൾക്ക് 50 കൊല്ലം മുമ്പ് യേശുവിനെ അനുഭവിച്ച ഒരാളെക്കാളും യേശു സ്നേഹത്തിൽ ആഴവും പരപ്പും തീക്ഷ്ണതയും ഉണ്ടാകാം. അപ്പോൾ ഇത് ശിഷ്യന്മാരുടെ നിലവാരത്തിലുള്ള വ്യത്യാസമാണ്, ശിഷ്യത്വത്തിൻ്റെ നിലവാരത്തിലുള്ള വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഈശോയെ അറിഞ്ഞ നമ്മൾ ഈശോയുമായുള്ള ബന്ധത്തിൽ വളരുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ക്ഷണമാണ് ഫിലിപ്പോസും അന്ത്രയോസും നമ്മുടെ മുമ്പിലേക്ക് ഈ ഒരു എപ്പിസോഡിലൂടെ വെക്കുന്ന ഒരാശയം. ഫെയ്ത്ത് ഇൻ ജീസസ് ഹാസ് വേരീഡ് ലെവൽസ്. വ്യത്യസ്തങ്ങളായ തലങ്ങൾ യേശുവിനോടുള്ള ബന്ധത്തിൽ ഉണ്ട് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, മറ്റ് സുവിശേഷങ്ങൾ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം വിവരിക്കുമ്പോൾ അവിടെയെല്ലാം മത്തായിയിലായാലും വിശുദ്ധ മർക്കോസിലായാലും വിശുദ്ധ ലൂക്കായിലായാലും നമ്മൾ കാണുന്ന ഒരു സാഹചര്യം, ഈ അപ്പം വിതരണം ചെയ്യുന്നത് ആരാണ്? അപ്പം വിതരണം ചെയ്യുന്നത് ശിഷ്യന്മാരാണ്, അപ്പസ്തോലന്മാരാണ്. അപ്പോൾ വിതരണം ചെയ്യാനായി അപ്പസ്തോലന്മാരെയാണ് ഏൽപ്പിക്കുന്നത്. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അല്ലെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഈ ഭാഗം വായിച്ചാൽ, മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. 41-ാമത്തെ വാക്യം, അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അപ്പോൾ മത്തായിയിലും മർക്കോസിലും ലൂക്കോസിലും ഈ അപ്പം വിളമ്പുന്നത് അപ്പസ്തോലന്മാരാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടാണ് അപ്പസ്തോലന്മാർ മനസ്സിലാക്കിയതും അപ്പസ്തോലിക സഭ തിരിച്ചറിഞ്ഞതും പിന്നീട് ആദിമസഭ അതിനെ വ്യാഖ്യാനിച്ചതും. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട ഒരു വചനഭാഗമായിരുന്നു സഭയ്ക്ക് ഈ 6-ാം അധ്യായം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുർബാനയുമായി ബന്ധപ്പെട്ട സൂചനകൾ അനേകം അപ്പസ്തോലിക സഭ മനസ്സിലാക്കിയതിൻ്റെ ദർശനങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചവും പ്രകാശവും അടയാളങ്ങളും അവശേഷിപ്പുകളും നമുക്ക് ഈ വരികൾക്കിടയിൽ കാണാൻ പറ്റും. കാരണം ഈ 6-ാം അധ്യായത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്നതിനെ പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കിയ ഒരു സഭ, ആ സഭയുടെ പ്രതിനിധിയായ യോഹന്നാനാണ് ഇത് എഴുതുന്നത്, അല്ലെങ്കിൽ മത്തായി, മർക്കോസ്, ലൂക്കായാണ് ഇത് എഴുതുന്നത്. അപ്പോൾ അവരെഴുതുമ്പോൾ അതിനകത്ത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനകത്ത് ഇവിടെ കാണുന്ന ഒരു കാര്യം, ആരാണ് ഈ വിശുദ്ധ മത്തായിയിലും വിശുദ്ധ മർക്കോസിലും വിശുദ്ധ ലൂക്കായിലും ഈ അപ്പം വിതരണം ചെയ്യുന്നത് ശിഷ്യന്മാരാണെന്നാണ് അപ്പസ്തോലന്മാർ പറയുന്നത്. അത് ശരിയാണ്, അപ്പസ്തോലന്മാരുടെ കയ്യിലേക്ക് യേശു കൊടുത്തു. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അങ്ങനെ പറയുന്നില്ല. അങ്ങനെ പറയുന്നതിന് പകരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തവർക്ക് വിതരണം ചെയ്തു, അതുപോലെ മീനും വേണ്ടത്ര നൽകി, അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ. അതായത് യേശു തന്നെ കൊടുത്തു, ശിഷ്യന്മാരെ ഏൽപ്പിച്ചു എന്ന ഒരു ഭാഗം ഇവിടെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഈ വായനാ സന്ദർഭത്തിൽ നിന്നും ഊഹിച്ചെടുക്കാൻ കഴിയുന്നത് യേശു തന്നെ കൊടുത്തു എന്നാണ്. അത് എത്രമാത്രം പ്രായോഗികമാണ്? യേശു എല്ലാവർക്കും നേരിട്ട് കൊടുത്തോ? ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം എന്തുകൊണ്ട് യോഹന്നാൻ ശിഷ്യന്മാർ വിതരണം ചെയ്തു എന്ന ഭാഗം ഒമിറ്റ് ചെയ്തു? അല്ലെങ്കിൽ
യേശു ശിഷ്യന്മാരുടെ കയ്യിൽ വിളമ്പാൻ ഏൽപ്പിച്ചു എന്ന ഭാഗം ഒഴിവാക്കി ഈ ചോദ്യം ചോദിക്കുക. എന്തുകൊണ്ടായിരിക്കും അത്? അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഏതാണ്ട് ഈ സുവിശേഷം എഴുതപ്പെടുന്നത് ഈ സംഭവം മരുഭൂമിയിൽ കടലിൻ്റെ മറുകരയിൽ അപ്പം വർദ്ധിപ്പിച്ച സംഭവം കഴിഞ്ഞിട്ട് ഏതാണ്ട് 70 കൊല്ലം കഴിയുമ്പോഴാണ് യോഹന്നാൻ ഇപ്പോൾ നമ്മൾ വായിക്കുന്ന ഈ സുവിശേഷം എഴുതുന്നത്. അപ്പോൾ ഈ 70 കൊല്ലത്തിനിടയിൽ അപ്പസ്തോലിക സഭ ദിവ്യകാരുണ്യ അനുഭവങ്ങൾ ആചരിക്കുന്നുണ്ട്, പരിശുദ്ധ കുർബാനകൾ അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു മൂപ്പനോ ഒരു മെത്രാനോ ഒരു എൽഡറോ സഭാ കൂട്ടായ്മയിൽ ഈ പരിശുദ്ധ കുർബാന അർപ്പിച്ച് ജനത്തിന് വിതരണം ചെയ്യുമ്പോൾ അവിടെ ശിഷ്യന്മാരാണ്, അല്ലെങ്കിൽ മെത്രാനാണ്, അല്ലെങ്കിൽ വൈദികനാണ്, മൂപ്പനാണ്, എൽഡറാണ് ഇവിടെ ഈ അപ്പം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സഭയിലെ മക്കൾ കാണുന്നത് പരിശുദ്ധ കുർബാന വിതരണം ചെയ്യുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാരോ അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ സ്ഥാനത്ത് നിൽക്കുന്ന അവരുടെ കൈവെപ്പിലൂടെ അഭിഷേകം സ്വീകരിച്ച സഭയിലെ പൗരോഹിത്യ ശ്രേണിയിലെ അംഗങ്ങളോ ആണ്. അപ്പോൾ ദിവ്യകാരുണ്യം വിളമ്പിത്തരുന്നത് സഭാ ശുശ്രൂഷകരാണ്. ഇപ്പോൾ യോഹന്നാൻ ഒരിക്കൽ കൂടി ഈ ജനത്തെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ അധരങ്ങളിലേക്ക്, നിങ്ങളുടെ വായിലേക്ക് ഈ ദിവ്യകാരുണ്യം നൽകുന്നത് അപ്പസ്തോലന്മാരാണെങ്കിലും ശിഷ്യന്മാരാണെങ്കിലും സഭാ ശുശ്രൂഷകരാണെങ്കിലും അത് യഥാർത്ഥത്തിൽ നൽകുന്നത് യേശു തന്നെയാണ്. അതായത് പരിശുദ്ധ കുർബാന വിളമ്പുന്നത് യേശു തന്നെയാണ് എന്ന് സൂചിപ്പിക്കാനാവണം യോഹന്നാൻ ശിഷ്യന്മാർ വിളമ്പി എന്ന ഭാഗം ഒഴിവാക്കുന്നത്. അതായത് കുർബാന നൽകുന്നത് യേശു തന്നെയാണ്. നാം യേശുവിൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്നത് യേശുവിൽ നിന്ന് തന്നെയാണ് എന്നാണ് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരാശയം. ഇനി അടുത്ത വാക്യം കർത്താവ് ഇങ്ങനെ പറയുകയാണ്, 10ാമത്തെ വാക്യത്തിൽ, ആളുകളെയെല്ലാം ഭക്ഷണത്തിനിരുത്തുവിൻ. 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ സാറ്റ് എന്നതിന് പകരം യഥാർത്ഥത്തിൽ അവിടെ ഉപയോഗിക്കുന്നൊരു വാക്ക് റിക്ലൈൻ എന്ന വാക്കാണ്. റിക്ലൈൻ എന്ന് പറഞ്ഞാൽ ചാരിയിരിക്കുക എന്നാണ്. നമ്മൾ ചാരിയിരിക്കുന്നത് പോലെ ഒരു ഇരിപ്പല്ല. യഹൂദൻ്റെ പെസഹാ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു റിക്ലൈനിങ്. അതായത് നമ്മൾ വായിക്കുന്നുണ്ട്, പെസഹാ ഭക്ഷിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ, യോഹന്നാൻ അവൻ്റെ വക്ഷസിൽ ചാരിയിരുന്നു കൊണ്ട് റിക്ലൈൻ. ഇത് പെസഹാ ഭക്ഷണത്തിൻ്റെ ഒരു രീതിയായിരുന്നു, ചാരിയിരുന്ന് ഭക്ഷണം കഴിക്കുക. റിക്ലൈനിങ് പോസ്ചറാണ് പെസഹാ ഭക്ഷണത്തിൻ്റെ ഭക്ഷണ രീതിക്ക് സാധാരണ യഹൂദൻ അവലംബിച്ചിരുന്ന ശരീര ഭാഷ. അപ്പോൾ പെസഹാ ഭക്ഷിക്കുന്ന യഹൂദൻ്റെ ഇരിപ്പിന് തുല്യമായ ഒരു ഇരിപ്പാണ് ഇവർ ഇരുന്നതെന്ന്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ ഇരുന്നതെന്നാണ് യോഹന്നാൻ സൂചിപ്പിക്കുന്നത്. ദേ റിക്ലൈൻഡ്, അവരെല്ലാവരും ഇരുന്നു. അതിൻ്റെ അർത്ഥം ഈ റിക്ലൈനിങ് എന്ന് പറഞ്ഞാൽ വളരെ റിലാക്സ്ഡായി ഇരിക്കുന്ന ഒരു ഇരിപ്പിൻ്റെ പേരാണത്. എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ ഒരു വ്യക്തി എല്ലാ ഉത്കണ്ഠകളും ഭാരവും ഭയവും നിരാശയും മാറ്റിവെച്ച് എല്ലാ ഹൃദയഭാരങ്ങളുടെയും ഭാണ്ഡം അഴിച്ചു വെച്ച് ഒരാൾ മനസമാധാനത്തോടെ ഇരിക്കുന്ന ഇരിപ്പിൻ്റെ പേരാണ്, റിലാക്സ്ഡായിട്ടിരിക്കുന്ന ഇരിപ്പിൻ്റെ പേരാണ് റിക്ലൈനിങ്, ചാരിയിരിക്കുക. ആ വാക്ക് യോഹന്നാൻ റീറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, പല ഉദ്ദേശങ്ങളുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, ഇതൊന്ന് പെസഹാ ഭക്ഷണമാണ്, ഇത് പരിശുദ്ധ കുർബാനയാണ്, ഇതൊരു ആരാധനാ ഭക്ഷണമാണ്, ഇതൊരു സാധാരണ ഓർഡിനറി സെക്കുലർ മീലല്ല. ഇതൊരു നമ്മൾ സാധാരണ ലഞ്ച് കഴിക്കുന്നത് പോലെയോ അത്താഴം കഴിക്കുന്നത് പോലെയോ പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് പോലെയോ ഉള്ള ആഹാരം കഴിക്കുന്നതല്ല. മറിച്ച് ഇതൊരു ആരാധനാ ഭക്ഷണമാണ്, ഇത് ആരാധനയാണ്. അപ്പോൾ ഈ ആരാധനയുടെ സൂചനയായിട്ടാണ് റിക്ലൈനിങ്, പെസഹ എന്ന ആരാധനയുടെ ഭാഗമായുള്ള ആ റിച്വൽ മീൽ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്നത്, അല്ലെ അങ്ങനെ ഇരുത്തുന്നത്, അങ്ങനെ ഇരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഇനി അതുകൂടാതെ മറ്റൊരു കാര്യം, ഈ റിക്ലൈനിങ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ മനസമാധാനത്തോടെയുള്ള ഇരിപ്പാണ്. എന്താണ് യോഹന്നാൻ ഉദ്ദേശിക്കുന്നത്? വളരെ നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ പരിശുദ്ധ കുർബാനയും എല്ലാ ഉത്കണ്ഠകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും നെടുവീർപ്പുകളിൽ നിന്നുമുള്ള വിമുക്തിയാണ് നമുക്ക് നൽകുന്നത്. എങ്ങനെയാണ് നമുക്ക് ആ വിമുക്തി ലഭിക്കുന്നത്? അതായത് ജീവിത സമരങ്ങളുടെ സങ്കീർണതകളിൽ
ഉഷ്ണച്ചൂടുകളിൽ വെന്തു വേവുന്ന മനസമാധാനം നഷ്ടപ്പെട്ട, മനസമാധാനം ആവിയായി പോയ ഒരു മനുഷ്യൻ പരിശുദ്ധ കുർബാനയിൽ കണ്ടെത്തുന്ന ആശ്വാസം എന്താണ്? ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നാണ്. ജീവിത സമരങ്ങളുടെ സങ്കീർണമായ നട്ടുച്ചകളിൽ എൻ്റെ കൂടെ യേശു ഉണ്ട് എന്നാണ് പരിശുദ്ധ കുർബാന നമുക്ക് തരുന്ന സന്ദേശം. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള, ഒരുപക്ഷെ ആദ്യമായി കേട്ട ദിവ്യകാരുണ്യ ഗീതം നിങ്ങൾക്കൊരുപക്ഷെ അറിയാമായിരിക്കും. അത് നമ്മുടെ ദൈവം ഇതാ, നമ്മോട് കൂടെ ഇതാ. ഈ അൾത്താരയിൽ, ഈ തിരുവോസ്തിയിൽ, നമ്മുടെ ഇടയിലിതാ. ഇത് ഞാൻ വളരെ ചെറുപ്പത്തിൽ, എൻ്റെ വളരെ ബാല്യാവസ്ഥയിൽ, ശൈശവം മുതൽ എൻ്റെ ദേവാലയത്തിൽ ആളുകൾ പാടുമായിരുന്നൊരു പാട്ടാണിത്, നമ്മുടെ ദൈവം ഇതാ. അപ്പോൾ ആ പാട്ട്, നമ്മുടെ ദൈവം ഇതാ, നമ്മോട് കൂടെ ഇതാ, ഈ അൾത്താരയിൽ, ഈ തിരുവോസ്തിയിൽ, നമ്മുടെ ഇടയിലിതാ. അതിൻ്റെ അടുത്ത സ്റ്റാൻസ എങ്ങനെയാണ്? ഒരു ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാൻ ഇറങ്ങി വന്നു. ഇത് മനോഹരമാണതൊക്കെ. ഒരു ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാൻ ഇറങ്ങി വന്നു. അപ്പോൾ ഈ തിരുവോസ്തിയിൽ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം എന്താണ്? ദൈവം നമ്മുടെ കൂടെ. ഇത് നമ്മൾ ആരാധിക്കുന്ന 3 ആരാധനാ രീതികളിലും ഇത് പ്രകടമാണ്. ഉദാഹരണത്തിന് ഞങ്ങളുടെ മലങ്കര കുർബാനയിൽ മനോഹരമായ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: തൻ്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പിതാവായ ദൈവം നമ്മോട് കൂടെ. അപ്പോൾ ജനം ഉച്ചത്തിൽ ആമേൻ പറയും. തൻ്റെ പീഡാനുഭവങ്ങളാൽ ഈ ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ജനം ആമേൻ പറയും. ഉണ്ടായിരുന്നതും ഉണ്ടാകാനിരിക്കുന്നതുമായ എല്ലാറ്റിനെയും പൂർത്തിയാക്കുന്ന ജീവനുള്ള പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ. ജനം ആമേൻ പറയും. സിറ മലബാർ കുർബാനയിൽ മനോഹരമായിട്ടിത് പാടുന്നുണ്ട്: നമ്മുടെ കൂടെ ബലവാനാം കർത്താവ് എന്നേക്കും, രാജാവാം ദൈവം നമ്മോടൊത്തെന്നും, യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം ഞാൻ പറയുന്നേ ഉള്ളൂ. മറ്റു പരാമർശങ്ങളും ഉണ്ടാവാം കുർബാനയിൽ. നമ്മുടെ കൂടെ. അതുപോലെ തന്നെ ലത്തീൻ കുർബാനയിൽ കർത്താവ് നിങ്ങളോട് കൂടെ. ഇത് ആവർത്തിക്കപ്പെടുന്നൊരു വാചകമാണ്. കർത്താവ് നിങ്ങളോട് കൂടെ. സുവിശേഷം വായിക്കുമ്പോൾ, അതുപോലെ തന്നെ അനാഫറയ്ക്ക് തൊട്ട് മുമ്പായി, അതുപോലെ തന്നെ സമാപന ആശീർവാദത്തിന് മുമ്പ് ലത്തീൻ കുർബാന കർത്താവ് നിങ്ങളോട് കൂടെ. ദ ലോർഡ് ബി വിത്ത് യു. അതായത് പരിശുദ്ധ കുർബാനയിൽ ഒരാൾ റിക്ലൈനിങ് ആണ്, അയാൾ റിലാക്സ്ഡ് ആണ്, അയാൾ എല്ലാ ഹൃദയഭാരങ്ങളുടെയും ഭാണ്ഡക്കെട്ടുകൾ അഴിച്ച് താഴെ വെച്ച് അയാൾ സ്വസ്ഥനായിട്ടിരിക്കുകയാണ്. നമുക്ക് ഈ സ്വസ്ഥത തരുന്ന പരിശുദ്ധ കുർബാന, അതാണ് ഈ ആളുകൾ ഭക്ഷണത്തിന് വളരെ റിലാക്സ്ഡ് ആയിരുന്നു. യേശുവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ ഭാരമില്ലായ്മയാണ്, ഈ ആകുലത, ഉത്കണ്ഠകൾ ഇല്ലാതാവുന്ന, അത് നഷ്ടമാവുന്ന, അത് തിരോഭവിക്കുന്ന, വാനിഷിങ് ഇൻ ടു തിൻ എയർ, അത് ഈ അന്തരീക്ഷത്തിലേക്ക് അലിഞ്ഞ് ഇല്ലാതാവുന്ന മനോഹരമായ ഒരു അനുഭവമാണ്. അതാണ് ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം. ഒരു സൂചന കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ 12-ാമത്തെ വാക്യം, അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷണങ്ങളെല്ലാം ശേഖരിക്കണം. പറയുകയാണ്, അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ. അതായത് യേശു ഉറപ്പുവരുത്തിയ ഒരു കാര്യം, തൻ്റെ മുമ്പിലെത്തിയ ജനം തൃപ്തിപ്പെട്ടു എന്നാണ്. അതായത് ഒരു ശുശ്രൂഷകൻ്റെ വിജയം തൻ്റെ ജനത്തെ തൃപ്തിപ്പെടുത്താൻ മാത്രം കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഒരു ദൈവവേലക്കാരൻ്റെ വിജയം, അല്ലെങ്കിൽ ഒരു കുടുംബനാഥൻ്റെയോ ഒരു അപ്പൻ്റെയോ ഒരു അമ്മയുടെയോ ഒക്കെ വിജയം എന്താണ്? മതിയാവോളം കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ആവോളം കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ആവോളം കൊടുക്കാൻ കഴിയുന്നത് സമ്പന്നരായ മനുഷ്യർക്ക് മാത്രമാണ്. സമ്പന്നതയാണ് ബൈബിൾ പറയുന്ന മനോഹരമായൊരു വാക്കാണത്, സമ്പന്നത. തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. മറ്റൊരിടത്ത് പറയുന്നത് എങ്ങനെയാണ്?
അതായത് വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കണമെന്നും പറയുന്ന ആ ഭാഗത്ത് എഫേസ്യോസ് 3 പറയുമ്പോൾ, ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം. റിച്ച്നെസ് ഓഫ് ഹിസ് ഗ്ലോറി. മഹത്വത്തിൻ്റെ സമ്പന്നത. ഈ സമ്പന്നതയിൽ നിന്നാണ് അപരിമേയനായ ദൈവം നമ്മളെ സൃഷ്ടിക്കുന്നതും നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നതും. അപ്പോൾ ഈ സമ്പന്നതയിൽ നിന്നാണ് തൃപ്തിയാവോളം കൊടുക്കാൻ പറ്റുന്നത്. നമ്മൾ അനുഭവിക്കുന്നത് ഒരു ഡിപ്രൈവിറ്റിയാണ്. നമ്മൾ അനുഭവിക്കുന്നത് ആബ്ജക്റ്റ് പോവർട്ടിയാണ്, സ്റ്റാർവേഷനാണ്. നമ്മൾ അനുഭവിക്കുന്നത് വല്ലാത്തൊരു ദാരിദ്ര്യമാണ്. അതായത് ആവോളം കൊടുക്കാൻ മാത്രം നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും ഇല്ല. സ്നേഹമില്ല, കരുണയില്ല, ക്ഷമയില്ല, ആർദ്രതയില്ല, സഹാനുഭൂതിയില്ല, ദീനാനുകമ്പയില്ല. നമുക്ക് ആവോളം കൊടുക്കാൻ കഴിയുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മളിൽ നിന്ന് പുറത്തു വരുന്നത് മുഴുവൻ സമ്പത്തല്ല, ദാരിദ്ര്യമാണ്. നമ്മുടെ ഇല്ലായ്മയുടെ വർത്തമാനങ്ങളാണ്. ദാരിദ്ര്യത്തിൻ്റെ മുറുമുറുപ്പുകളാണ് നമ്മളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദാരിദ്ര്യത്തിൻ്റെ പിറുപിറുപ്പുകളാണ് നമ്മളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സമ്പന്നതയുടെ സ്നേഹവായ്പകളല്ല. അപ്പോൾ അത് എങ്ങനെ സാധിക്കും? ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിച്ചാൽ ഞാനത് പിന്നീട് പറയാം. ഈശോ യഥാർത്ഥത്തിൽ തൻ്റെ ശരീരം നമുക്ക് തരുന്നത് നമുക്ക് ഈ സമ്പന്നത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അവനെപ്പോലെ സ്നേഹത്തിൽ സമ്പന്നരായി മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് ആളുകൾക്ക് എല്ലാവർക്കും തൃപ്തിയായപ്പോൾ അവർ ഒരപ്പം കൂടെ കിട്ടിയായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നില്ല. ഒരല്പം മീൻ കൂടെ കിട്ടിയായിരുന്നെങ്കിൽ അവർ ദേ ആർ ഫുൾ. വളരെ സംച്വസായൊരു മീൽ അവർക്ക് നിറച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതാണ് ഈശോ തരുന്നത്. ലുബ്ധിച്ചും ലോഭിച്ചും അല്ലെങ്കിൽ പിശുക്കിയും തരുന്ന ആളുടെ പേരല്ല ഈശോ. നമ്മൾ അങ്ങനെ ആവണമെന്നാണ് അവൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് അവൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും കൃപ തരികയും ചെയ്യുന്നത്. അതുകൊണ്ട് സ്നേഹത്തിൽ സമ്പന്നരാവാൻ ദിവ്യകാരുണ്യം നമ്മളെ വീണ്ടും ക്ഷണിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രകാരം ഈ സുവിശേഷ പഠനവുമായി ഒരിക്കൽ കൂടി നിങ്ങളുടെ അരികിലേക്ക് വരാൻ സർവശക്തനായ ദൈവം പാപിയും അയോഗ്യനുമായ എന്നെയും അനുഗ്രഹിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വീണ്ടും കർത്താവ് അനുവദിക്കുമെങ്കിൽ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെയും സ്നേഹത്തിലും സമാധാനത്തിലും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.